കൂട്ടുകാരൻ എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നലെ ഉണ്ടല്ല ഇതാ വിലട കിടന്നുറങ്ങിയ. ഇന്നലെ പമ്പൊന്നും കിട്ടിയില്ല, എൻ്റെ ബാക്കിൽ കട്ടില്ലാണ്ടാ. ഇവിടെ മുട്ടം നടപ്പാ ഒരു രക്ഷയില്ല. സമയം 9 മണിയാ പറയുന്നു, നേരത്തെ ഇറങ്ങാൻ പറ്റൂ. ഒന്നൊരു ചായ കുടിച്ചു, കാലത്ത് തന്നെ 2 ചായ കുടിച്ചു. ഇത് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായില്ല. ദേ കട്ടുമ്മേട്ട കിടന്നുറങ്ങിയ 2 മുണ്ട് വിരിച്ചു, 2 മുണ്ടും ഒരു പുതപ്പും. എന്നിട്ടും മുട്ടം തണുപ്പാണ്. ബാഗ് കിടക്കണു. ഇതൊക്കെയാണ് നമ്മുടെ ലഗേജ്. ഞാൻ എൻ്റെ ബാഗ് ഒരു ദിവസം ഞാൻ പരിചയപ്പെടുത്താം. അയ്യോ, സമയം 9:10 ഇറങ്ങാണ്. ബൈക്ക് സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ആളോടൊരു നന്ദി പറഞ്ഞിടോ. ഇതിൻ്റെ ആള് ഷെയ്ദാബയുടെ ആള് മൊത്തം വെള്ളിച്ച കാലത്തല്ലേ. അങ്ങനെ ഇറങ്ങിട്ടാ രാജസ്ഥാനിലെ മറ്റൊരു ദിവസം. പെട്രോൾ അടിക്കണം, 100 രൂപയ്ക്ക് അടിക്കണുള്ളൂ, അത് മതി. ആള് കാലത്ത് തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ ഹിന്ദിയില്, നമുക്ക് വല്ലതും മനസ്സിലാവണ്ട, കുറച്ചൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലായി. ആള് ബാഗിനെ കുറിച്ച് എന്നിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ മുണ്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആളെന്നോട് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇത്ര തണുപ്പാണല്ലോ അവിടെ, അപ്പൊ അതിനെ കുറിച്ച് എന്തായിട്ട് ചോദിച്ചാൽ തോന്നുന്നു തണുത്തിട്ട് അതിനെ കിടക്കണേന്നാ. അങ്ങനത്തെ സെറ്റപ്പിൽ ചോദിച്ചായിരിക്കും. വെയിലായെങ്കിലും നല്ല തണുപ്പ്. അന്തരീക്ഷം വെയിലിന്റെ സെറ്റപ്പിൽ നിൽക്കണേ, പക്ഷെ തണുപ്പ് നല്ല തണുപ്പാ. എപ്പോഴെങ്കിലും ബൈക്ക് വർക്ക്ഷോപ്പ് ആണെങ്കിൽ ഒന്ന് എൻജോയ് നോക്കണം. ഇന്നലെ ഒന്നും നോക്കാൻ പറ്റില്ല സാർ. ഇന്നലെ അങ്ങനെ കണ്ടൂല്ല. ഇവിടെ എവിടെയും ബൈക്ക് വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ നോക്കിക്കണം. ഇങ്ങനത്തെ ഒരു ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കണേ. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് NH48 ജയ്പൂർക്ക് പോണ ഹൈവേ ആട്ടത്. ജയ്പൂരിന്റെ പൊടിക്കണാ ആയിരിക്കണ ബാരലുകൾ കണ്ട. അതിൽ എനിക്ക് തോന്നുന്നത് ഡീസലും പെട്രോളൊക്കെ ആയിരിക്കുന്നുണ്ട്. ഇവിടെ ബ്ലാക്കിൽ വിൽക്കണ സെറ്റപ്പ് ഉണ്ടാവും, കാരണം പമ്പുകൾ തമ്മിൽ കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ 2-3 സ്ഥലത്ത് ഞാൻ അത് കണ്ടു. എനിക്ക് തോന്നണത് ഇത് പെട്രോളും ഡീസലൊക്കെ ബ്ലാക്കിൽ വിൽക്കണ സെറ്റപ്പാണെന്ന് തോന്നണേ. അവിടെ നിന്ന് ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്തിട്ടാണോ അത്. ഞാൻ ചുമ്മാ ചോദിച്ചോട്ടെ എന്തൊരു സെറ്റപ്പ് എന്ന്. ഒരു മിനിറ്റ്. ചുള്ളനത് പറഞ്ഞതില്ല. എന്നിട്ടത് അവിടെ ബോർഡ് കണ്ടില്ലേ, അത് മറ്റേ ലീഫിന്റെ വർക്കിന്റെ എന്തോ ബോർഡാന്ന് തോന്നുന്നുണ്ട്. ലീഫിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇതാണ് പറഞ്ഞ പഠിക്കാൻ വിട്ട കാലത്ത് പഠിക്കണത്. പക്ഷെ പഠിക്കാത്തവർ ഇവിടെ വരെ എത്തി, അത് വേറെ ടെസ്റ്റ്. അതല്ല ഏറ്റവും വലിയ ടെസ്റ്റ്. അല്ല പിന്നെ 542 കിലോമീറ്റർ ഉണ്ട് ഇനി ഹരിയാനക്ക്. ഹരിയാനല്ലോ, ഹരിയാന അതന്നെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു പോകാൻ ഇറക്കി. വലിയ കാഴ്ചകളൊന്നുമില്ല, ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഉള്ളൂ കേട്ടോ. ഇത്ര നേരം വരെ ഒരു കാഴ്ചകൾ കിട്ടിയിട്ടുള്ളൂ. സർവീസ് റോഡിലാണ് പമ്പുകൾ വരെ. പമ്പിലേക്ക് കിടക്കണമെങ്കിൽ ജാതി പണിയാക്കണ്ട, അത് ഇങ്ങനത്തെ കമ്പി വേലിട്ടാക്കാം. അവിടെയാണെങ്കിൽ പമ്പിന്റെ ഫ്രണ്ടിലാണെങ്കിൽ വഴിയില്ല കിടക്കാനായിട്ട്, അതാണ് ഏറ്റവും വലിയ പണി. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് ഡീസലൊക്കെ തന്നെയാണ് തോന്നുന്നത്, വണ്ടിക്കാർക്ക് എളുപ്പത്തിലേക്ക് അടിക്കാൻ വേണ്ടി ബ്ലാക്കിൽ പെട്ടക്കെന്നാണ് തോന്നുന്നത്. മോളിലൂടെ ഒരു വഴി പോകണ്ടാ, ബ്രിഡ്ജ് പോലെ വേണ്ട, അതൊരു ഹൈവേ ആണ്. അതേ ബസ് വേണം. എങ്ങനെയൊക്കെയുള്ള ഹൈവേ എന്നറിയില്ല, ഹൈവേ ആണെന്ന് വിചാരിക്കാൻ നമുക്ക്. ഇത്ര വലിയ വഴിയാണല്ലോ, അപ്പൊ ഹൈവേ ആയിരിക്കും. ഹൈവേ നടക്ക് പോലീസ് ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ട് സെറ്റപ്പ് ആവോ, കയ്യാട്ടുണ്ട് തന്നെയാണാവോ. പോലീസ് എല്ലായിരുന്നു, RT ആയിരുന്നു. ബാക്കിൽ ലോറി ഉണ്ട്, അവനെ ഒതുക്കിക്കുന്ന. എന്നോട് മക്കളാ പറഞ്ഞു ടിപ്പറൊക്കെ ഓടിക്ക് വന്നവരെ കയ്യാട്ടിയാത്താണുള്ള കണ്ടോ. പമ്പിലേക്ക് കയറണമെന്നുണ്ട്, പക്ഷെ കയറാൻ വഴിയില്ല. അത് കണ്ടോ, ഇങ്ങനെ സംഭവം വെച്ച് ഒരു അടച്ചേക്കാണ്. സർവീസ് റോഡ് പിടിച്ച് തന്നെ വരണം എനിക്ക് തോന്നണേ. പമ്പിൽ കയറണമെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ പെട്ടു. ഇങ്ങനത്തെ കണ്ടോ, ഇങ്ങനത്തെ ഗ്രില്ലൊക്കെ വെച്ച് അടച്ചേക്കാവന്മാര്. ഇങ്ങനത്തെ ഒരു ഹൈവേ അവിടെ പോയിക്കൊണ്ടിരിക്കണോ. വലിയ കാഴ്ചകളൊന്നും ഇല്ലാടാ ഈ വഴിക്കൊന്നും. ഇങ്ങനത്തെ ഒരു ഹൈവേ ആണ് കണ്ടോ. അവിടെ കണ്ട പോലത്തെ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഡീസലും പെട്രോളൊക്കെ ആയിരിക്കും. പെട്രോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഡീസലായിരിക്കും കൂടുതൽ. ഇതാട്ടാ ഇവിടുത്തെ മുടിവെട്ടടാ, ഇങ്ങനെയാണ് ഇവിടുത്തെ മുടിവെട്ടടാ. ചെറിയ കടയാ. ഇതേ കരിമ്പടൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ സർവീസ് റോഡിൽ കയറി ഇത് കണ്ടപ്പോൾ ഞാൻ വേറെ സാധനം കാട്ടിയിട്ടാ. ഈ കിടക്കണ അല്ല കണ്ട, ഇതൊന്നൊരു സംഭവം എന്നറിയോ, ഇതൊരു ഉണക്കിയിട്ട് ചൂലിന് വേണ്ടി വെച്ചേക്കണതാട്ടാ. ചൂലുണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കണതാ. ഞാൻ ഇന്നലെ ഉണ്ടാക്കണ കണ്ടായിരുന്നു മഞ്ഞ വഴിക്ക്, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് അല്ല, അത് എന്ത് സാധനത്തിന്റെ അല്ലാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കേട്ടോ രാജസ്ഥാനിലെ ബിൽഡിങ്ങുകൾ. ഏതാണ് രാജസ്ഥാനിലെ ടിപ്പർ മോഡിഫിക്കേഷൻ. ഇങ്ങനത്തെ ബിൽഡിങ്ങുകളാണ് ഇവിടെ. അതിന് മുകളിലൊരു മണ്ണ് കൂട്ടിയിട്ടാണ് മലയ. മറ്റേ മടയിലെ വേസ്റ്റൊക്കെ തള്ളി ഒരു മല ഉണ്ടാക്കി വെച്ചാൽ മടയായിരിക്കും പറയാൻ വേണ്ടിയാ. ഭാഗ്യ ഒരു പമ്പ് കിട്ടി. ഭാഗ്യം 100 രൂപ പെട്രോൾ അടിക്കാം. 100 രൂപ അടിച്ചാൽ മതിയില്ലേ, മതി, അങ്ങനെ ധാരാളം. അവിടെ പെട്രോൾ ഇല്ലാന്ന് എന്റെ മോനെ, വെറുതെ തുറന്നു വെച്ചാൽ പമ്പാ. ഇങ്ങനെ കേട്ടോ അവിടുത്തെ ഒരു ആംബിയൻസ്. ഇതേ ഇങ്ങനത്തെ വേറൊരു പമ്പ് കാണുന്നുണ്ട്, കയറിയോ കേട്ടെ. ഇനി ഇവിടെ ഇല്ലാന്ന് പറയാവോ, ഇവിടെ ഇല്ലാന്ന്. എന്നിട്ടാണോ ഇവിടുത്തെ സെറ്റപ്പ്. പമ്പില് പെട്രോൾ ഇല്ലാന്ന്. ഇവിടുത്തെ പമ്പിലൊന്നും പെട്രോൾ വിൽക്കില്ല. ഇപ്പൊ അയ്യോ വെട്ടൂലോ.
ഇങ്ങനത്തെ ഒരു ഏരിയാടാ. ഒരു മരുഭൂമി പോലെ ആയി തുടങ്ങിയിട്ട് ഇവിടെ. വണ്ടിയുടെ സാധനങ്ങൾ വിൽക്കണ കടകൾ കുറെ കാണാം. അത് ഇങ്ങനത്തെ കടകൾ അടുപ്പിച്ചിട്ടുണ്ടാ. പെട്രോള് ശോകമായി. അടുത്ത പോടുന്നു ബിൽവാര കോട്ട. ഓ ബാക്കി വായിച്ചില്ല. അവിടെ ഇന്നലെ വലിയൊരു പമ്പുണ്ട്. ചുമ്മാ കയറി നോക്കാം ഉണ്ടാവോ ഇല്ലയോന്ന് അറിയില്ല. ഓ ആ ഒരു ഭാഗത്ത് പെട്രോൾ കിട്ടില്ലടാ. പെട്രോൾ പമ്പിൽ കിട്ടില്ല, ഡീസൽ കിട്ടുമായിരിക്കും. എനിക്ക് തോന്നുന്നു പെട്രോള് ബ്ലാക്കിൽ കിട്ടുന്ന സെറ്റപ്പിന് മേടിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വെച്ച് ഒന്നാമതായി നമുക്ക് ഭാഷ അറിയില്ല. അവന്മാർ ചിലപ്പോൾ നമുക്ക് കാച്ചി തരും. എൻ്റെ മോനെ ഇവിടെ പെട്രോൾ ഇല്ലാട്ടോ. അതേ കണ്ട ഫുള്ള് ഡീസലാ. ഇവിടെ വണ്ടിയൊക്കെ ഡീസൽ വണ്ടി ആണോണ്ട്. ബൈക്കൊക്കെ ഡീസലാണോ ഇവിടുത്തെ? ബൈക്കൊക്കെ അടിക്കണ്ടില്ല. എന്തിനാണോ സിസ്റ്റം? വാളിരിക്കണൊക്കെ വാള് തോട്ടി ആഹാരം സാധനം കിട്ടില്ല. ആള് നോക്കണം. ഇറങ്ങി ചോദിക്കണം. ഇറങ്ങി ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടിരിക്കലോ. ഓമ്പോ കടകളൊക്കെ വാളിന്റെ കടകള്. ഇതിപ്പോ അതൊന്നല്ല വിഷയം. പെട്രോൾ കിട്ടിയുള്ള ഇവിടെ പെട്രോൾ ഇല്ലാന്നവര് പറയണേ. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. പോണ സമയത്തേ ദേവന്മാര് ബൈക്ക് തള്ളിയിട്ട് പോണു. അതെന്തിട്ട് ബൈക്കാന്ന് ചോദിക്കാം. പെട്രോളാണ് ഡീസലാണെന്ന് ചോദിക്കാലാ. എന്തൊരു സംഭവം എന്ന് അറിയണല്ലോ ഇവിടത്തെ. ചോദിച്ചോടാ പെട്രോൾ പമ്പ് എവിടെയാന്ന്. ബൈക്ക് പെട്രോൾ തന്നെയാണ്. അവൻ പറഞ്ഞത് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഉണ്ടെന്ന് പറഞ്ഞേ. മറ്റേ ബൈക്കൊക്കെ അവിടെ കയറി എന്നിട്ട് അടിച്ചാവോ അവിടെ പെട്രോൾ ഒന്നും എഴുതിച്ചുള്ള. പെട്രോൾ പമ്പ് കിട്ടി. പക്ഷെ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നേ. ബൈക്കുകളൊക്കെ ഉണ്ട്, ലോണുണ്ട്. സ്റ്റാപ്പ് എന്തായാലും പെട്രോൾ. അത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ ഒരു വഴി ഞാൻ നോക്കിയിട്ട് കാണാനില്ല. ഇവിടെ കടച്ചു വെച്ചേക്കാം പണ്ടാറുടെ കാര്യമായിട്ട്. മറ്റേ ബൈക്ക് എന്തിട്ടാണോ അടിച്ചോണ്ടിരുന്ന അവിടെ. അയ്യോ നീ വണ്ടി കണ്ടാ. ഇതെന്താ ഗ്യാസിൽ ഓർമ്മ വണ്ടി ആവുന്നുണ്ടാ. അവിടെ ഒരു ഫില്ല് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതിൽ എഴുതിയേക്കുന്നത് അൾട്രാ ഗ്യാസ് എനർജിന്ന് എഴുതിയാണ്. LNG. എൻ്റെ പൊന്നോ ഇത് വണ്ടിയിൽ കിടക്കണുണ്ടോ. അടിക്കാൻ വേണ്ടി കിടക്കേണ്ടത്. അമ്പോ ഇങ്ങനത്തെ വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനത്തെ സെറ്റപ്പ് LNGയിൽ ഓർമ്മ വണ്ടി കേട്ടാ. അപ്പൊ ഈ LNGയുടെ ഫുൾ ഫോം കിട്ടണമോ? ഇതിന്റെ ടാങ്കിന്റെ അവിടെ LNGന്ന് എഴുതിയാണ് കണ്ടാ. ഒരു പച്ച അത് മറ്റേ ചെല്ലി പിടിച്ചിട്ട് മാഞ്ഞിരിക്കുക. അവരെ ഗ്യാസ് അടിക്കണോടത്ത് എഴുതണ LNGന്ന് എഴുതിയാണ്. എന്റെ മോൻ ഇത്ര നേരമായിട്ട് പെട്രോൾ പമ്പ് കിട്ടിയുള്ളതാണ്. പെട്രോൾ പമ്പ് കാണണമെങ്കിൽ ഇറങ്ങാനും പറ്റുള്ള. കേരള പമ്പിലാണെങ്കിൽ പെട്രോൾ ഇല്ല. രാജസ്ഥാന്റെ ഒക്കെ ഒരു അവസ്ഥ. ഇത് ഇവിടെ ഇങ്ങനെയാണ് ഇപ്പോഴല്ലേ മനസ്സിലാവണേ. ഓ കിട്ടൂ. ഒരു ബോർഡ് കണ്ടപ്പാ. ഡൽഹി 498, ജയ്പൂർ 231, അജ്മീർ. അയ്യോ അതിന്റെ കിലോമീറ്റർ കണ്ടില്ലേട്ടാ. അങ്ങനെ ഒന്നല്ലേ എഴുതിയേ. അങ്ങനെയാണെന്ന് വിശ്വസിക്കാല്ലേ. ഇങ്ങനത്തെ ചെറിയ തോതിലുള്ള കൃഷിയൊക്കെ ഉള്ളൂ ഇവിടെ. ഞാൻ ഇങ്ങനത്തെ കൃഷിയൊക്കെ കണ്ടോളൂ. പോണവർക്ക് ഇത്രയും കൃഷിയൊക്കെ കിട്ടിയാൽ മതി. ഒരു പമ്പുണ്ടോ ഉള്ളിലോട്ട് സാധനം കയറും. എന്റെ മോനെ അങ്ങനെ കിട്ടി. അവിടെ പെട്രോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഡീസൽ. ഓ ഡീസൽ പെട്രോൾ. എന്റെ പൊന്നോ സെറ്റ്. കിട്ടി ഒരെണ്ണം കിട്ടി. എന്റെ പൊന്നോ പെട്രോൾ അടിച്ച് ഇറങ്ങിയിട്ടാ. 121 രൂപ അടിച്ചു. ഞാൻ 100 രൂപ അടിക്കാൻ വെച്ചാ ചില കയറാം. ഹൈവേയിൽ കയറാല. അവിടെ യൂട്ടേൺ കിട്ടിയാർന്നില്ല. 100 രൂപ അടിക്കാൻ വെച്ചാ. പക്ഷേ ഇവന്മാർ സെറ്റ് വെച്ചിട്ടുണ്ടോ അറിയില്ല. അവിടെ 121 അടിച്ചു. ഈ കാണുന്ന സാറിന്റെ പമ്പിൽ നിന്നാ പെട്രോൾ അടിച്ച. ദൈവം പോലെ കൊണ്ടുവന്നു. പിന്നെ ഇത്ര നേരമായിട്ട് ഇപ്പോഴാണ് പെട്രോൾ കിട്ടിയത്. എൻ്റെ പെട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഫില്ല് ചെയ്തിട്ടാ പിന്നെ അതിന്റെ തലവേ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അടിച്ചിങ്ങനെ ഇട്ടു 100 രൂപയ്ക്ക്. എന്റെ പോലെ ആ ഒരു ഭാഗത്ത് പെട്രോൾ എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് വന്നപ്പോ പെട്രോൾ കിട്ടി. അയ്യോ അപ്പൊ അവിടുത്തെ വണ്ടികൾ എങ്ങനെയാണോ ഓടണേ. ഇവിടുത്തെ ടെമ്പിളാടാ പോണേക്കേണ്ടതാ. വലിയ ടെമ്പിളാണുള്ളത്. ഒമ്പോ എന്റെ മോനെ എന്താണ് സാധനത്തുമ്പോ കയറാൻ പോയതാ. ദൈവം കാത്തു തോന്നുന്നുണ്ട്. അത് ടയർമ തട്ടി തെറിച്ചു പോയെന്നാ തോന്നണേ. അങ്ങനെ സൗണ്ടൊക്കെ കേട്ടാ ഞാൻ ഈ സൈഡ് പിടിച്ച് വെള്ളവരുടെ ഇപ്പുറം പിടിച്ച് പോരായിരുന്നു. ഭാഗ്യ ദൈവം കാത്തു. മന്ത്രല്ലേ കിട്ടിയാനപ്പ. സമയം 10 കേട്ടാ. ഈ കാഴ്ചകളൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങനെ ഹൈവേ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. വെയിലുണ്ട് പക്ഷെ നല്ല ചെറിയ തണുപ്പ്. നല്ല തണുപ്പല്ല, ചെറിയ തണുപ്പുണ്ട്. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ അവിടെ. അയ്യോ ചുണ്ടൊക്കെ വലിഞ്ഞു. മഞ്ഞില്ല. ഉറങ്ങാൻ വലിയ അജായി തണുപ്പാ. എന്റെ മോനെ ഒന്നും പറയണ്ട. വണ്ടി പറഞ്ഞ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല. എന്നിട്ട് പറ്റിയാവോ ആ പാപ്പന്റെ തലയൊക്കെ ഇട്ടണ്ട. ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ തലയിലൊരു കെട്ടുണ്ടാ. അവരൊരു വസ്ത്രരീതി അങ്ങനെയാണ്. ഒരു തലയിൽ ഒരു തലപ്പാവ് ഉണ്ടാവും. അത് മധ്യപ്രദേശിലെ അപ്പാപ്പന്മാർക്കും. അവര് മധ്യപ്രദേശുകാരാണോന്ന് എനിക്കറിയില്ല. അവിടെ 2-3 ആൾക്കാരുടെ തലയിൽ ഞാൻ കെട്ട് കണ്ടായിരുന്നു. എനിക്കൊന്നും രാജസ്ഥാൻകാരല്ല ഇങ്ങനെ തലയെക്കെട്ട് കൂടുതലുണ്ട്. പണ്ടത്തെ ആൾക്കാരുടെ തലയെക്കെട്ട് കൂടുതൽ.
ഒരു തലപ്പാവ്, അതാർക്കൊരു ബ്യൂട്ടി കേട്ടാ. ഇങ്ങടേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പഴേ കുറച്ചിങ്ങോട്ട് ഓടി വന്ന കട്ടകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഗ്യാസ് ഒന്നും കഴിക്കാണ്ട പമ്പ് 1-2 വന്ന്, എന്നാലും വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല. ഒരു ടോൾ ഗേറ്റ് വന്നിട്ടാ, എന്നിട്ടാ അതിന്റെ പേര് ഹിന്ദി എഴുതിച്ചാണ്. ഇംഗ്ലീഷ് എഴുതിയെങ്കിൽ തന്നെ നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിൽ കൊടുക്കേണ്ട പേരുകളായിരിക്കും. അമ്പോ കേട്ടാ, ടോൾ ഗേറ്റ് ആണല്ലോ, വലിയ ടോളാട്ടാ. ലാംബിയ കാലനാ, എൻ്റെ മോൻ എന്തൊക്കെ പേരസ്റ്റേ അതിനെയാണോ? ഇതാണ് ടോൾ ഗേറ്റ് കേട്ടാ. എന്തായാലും നമ്മൾ വായിച്ചു ഞലമ്പാക്കള്ള, അതെ വലിയ ടോൾ ഗേറ്റാ എൻ്റെ മോനെ, പെട്ടാ ടോൾ ഗേറ്റ്. അവരാ ഫുള്ള് പൊട്ടിപ്പറത്തി കണ്ണിക്കൊക്കെ പൊട്ടിപ്പോളോ, പുതപ്പിരിക്കണം. ഒന്ന് വേണ്ട ചോട്ടാ, ഇവിടെ തണുപ്പ് കഴിക്കാൻ പറ്റുള്ള. അവിടെ അവര് വർത്തമാനം പറഞ്ഞിരിക്കണു. ഞാൻ വന്ന് നിർത്തിയിട്ട് അവർ നോക്കുന്നു, വലിയാണ് പോലില്ല. അപ്പൊ പിന്നെ ഞാൻ പോന്നു. നമ്മള് പിന്നെ അവിടെ നിൽക്കുന്ന വെച്ചു പോണേക്ക് കണ്ടാട്ടാ, ആള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആള് ഞാൻ വീഡിയോ എടുത്തോട്ടോ വെച്ചു, അത് എടുത്തോളാം പറഞ്ഞു. ജാഡു ജാഡു ആ ചൂലിനെ പറയുന്നോട്ടാ, ജാഡു ജാഡു. ആ ജാഡു എന്നോട്ടാ അവിടെ ചൂലിനെ പറയണേ. അമ്പോ പൊള്ളി. എന്താള് പറഞ്ഞു മനസ്സിലായില്ല. അവരതിട്ട് തല്ലണാണേ, മൂക്കിക്ക് തന്നെ അതിന്റെ പൊടി അടിച്ച് കയറണ്. ജാഡു എന്നാടാ ചൂലിനെ പറയണേ. അവരതിട്ട് ഈ തല്ലുമ്പോ അതിന്റെ പൊടി ഭയങ്കരമായിട്ട് മൂക്കിക്ക് അടിച്ച് കയറുന്നു. ഞാൻ അതാണ്ട് അധികം നേരം നിന്നില്ല അവിടെ. ഡൽഹി 450 കിലോമീറ്റർ തീർന്നപ്പോ അപ്പോഴേക്കും പാസ്സായി. കാലത്തന്നെ എനർജിക്ക് ഇറക്കി പോയില്ലോ, ഫോണില് ചാർജ് തീർന്നു. അയ്യോ ചാർജ് ചെയ്ത് സമയം 12 മണിയാടാ, ഫോണിൽ ചാർജ് ഉണ്ടായില്ല. ഞാൻ ബാക്കിൽ കാണുന്ന കടയിൽ കയറി ചാർജ് ചെയ്തിട്ട് ഇറങ്ങിയുള്ളൂ. കുറച്ച് നേരം അവിടെ നമ്മൾ ഒട്ടുക്കത്ത വെയില, ഓക്കെ ഒട്ടുക്കത്ത വെയില, മുട്ട വെയില. ഈ കാണുന്ന കടയിൽ നിന്നാടാ ചാർജ് ചെയ്തേ. കുറച്ച് നേരം അവിടെ ഇരുന്ന് വെയിൽ വരണുണ്ട്. 12 മണി കഴിഞ്ഞ് ഇറങ്ങാം. ഇനി 494 കിലോമീറ്റർ കൂടി ഉണ്ട് ഹരിയാനക്ക്. ഇങ്ങനത്തെ ഒരു വരണ്ട സ്ഥലത്ത് കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കണ. കാഴ്ചകളൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളുള്ളൂ. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ഞാൻ വെച്ചു മരുഭൂമിയൊന്നും കാണില്ല. ഇങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലമാണ്. സമയം എത്ര മണി വെച്ചാ? സമയം എൻ്റെ പോലെ 12:45 സമയം. എന്തായാലും കുറച്ച് ദൂരം ഓടി പോകണം. 487 കിലോമീറ്റർ ഓടാനായിട്ട്. ഭയങ്കര വെയിലാ, സഹിക്കാൻ വല്ലാത്ത വെയില്. അത് അടുത്ത ബോർഡൊന്നുമില്ല, ജയ്പൂർ സ്ട്രൈറ്റ് അതന്നെ കണ്ടുകൊണ്ടിരിക്കണ. കുറെ നേരത്തെ അടുത്ത ബോർഡ് വന്നിട്ട് റോഡുകളുടെ ഒക്കെ ഒരു ബഹളാണ്. അയ്യോ ഒരു വണ്ടി പെട്ടൂല, പഞ്ചറാണ്. സഹായിക്കണോ? ആളോടൊന്ന് ചോദിച്ചു നോക്കാം, ഹെൽപ്പ് വേണോന്ന്. ഹെൽപ്പ് വേണ്ട, ആളെ ഒറ്റയ്ക്ക് ചെയ്തോളാം പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, അവര് നോക്കിയിട്ട് പോകണോടാ. അത് ചൂലുണ്ടാക്കണെന്തോ പുല്ലാടാ. ചൂലാണ് കയ്യിലിരിക്കണേ. ഞാൻ പുല്ലാന്ന്. ഇവിടെ നിന്നാ കണ്ടാക്കണ നമ്മുടെ അവിടേക്കൊക്കെ ചൂല് കയറി തന്നെ. ഭയങ്കരമായിട്ട് തളർത്തണ വെയില്, കണ്ണിൽ എന്നിട്ട് പോയില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് അറിഞ്ഞം പറഞ്ഞ ഹൈവേകൾ കൊണ്ടിട്ടാ. 473 കിലോമീറ്റർ ഉണ്ട് ഹരിയാനക്ക്. അതിന് മുപ്പാടി മരുഭൂമി അങ്ങനെ സമയം 1:41. ഇങ്ങനത്തെ ഒക്കെ തന്നെ ഒരു വഴി തന്നെ. ഒരു നല്ല വഴിക്ക് ഇതുവരെ കയറിയിട്ടില്ല. 460 കിലോമീറ്റർ കൂടി ഉണ്ട്. പോയിക്കൊണ്ടേ ഇരിക്കുക. സൈഡിലൊക്കെ ഇല്ല, സൈഡിലൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളാട്ടാ. വേറെ പ്രത്യേകിച്ച് കാഴ്ചകൾ എന്ന് പറയാനിട്ടില്ല. ഇങ്ങനത്തെ ഒരു കാഴ്ചകളാണ്. ചെറിയ ചെറിയ കണ്ടൽക്കാട് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ കുറ്റിക്കാട് ഇത്രയുള്ളൂ. അടുപ്പിച്ച് സർവീസ് സ്റ്റേഷൻ കാണാട്ടോ. കുറച്ച് സർവീസ് സ്റ്റേഷൻ ഇങ്ങനെയാ. നട്ടിച്ച വെള്ളം എൻ്റെ മുഖത്തേക്കൊന്നുമില്ല. ഞാൻ അവനെ ആടിനെ മേച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇത്ര നേരമൊക്കെ ആയിട്ട് ഞാൻ കണ്ടുകൊണ്ട് വരുന്ന കാഴ്ചകൾ ഈ വഴിയിലാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. ഇത് മരുഭൂമി എന്നും പറയാൻ പറ്റില്ല, എന്തിട്ട് പറയാ. ഇങ്ങനെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു കഴിവ് തന്നെ ഇഷ്ടമാണ്. കുറേ നേരമായിട്ട് ഭ്രാന്താവുണ്ട്. 453 കിലോമീറ്റർ കൂടി ഉണ്ട്. എങ്ങനെയല്ലോ പോയിട്ട് തീർന്നടത്തേക്ക്. വേറൊരു വണ്ടി പഞ്ചറായിട്ട് വഴി കിടക്കുന്നുണ്ട്, ടയർ പൊട്ടിയതാ. പാവം ട്രെയിലറോ എൻ്റെ മോനെ. ബാറ്റ് ചെയ്യാൻ വണ്ടിയോളൂ. ഉമ്മാരെ അവിടെ ചെന്നാലും ഉണ്ടാവും. ചേട്ടായത് കൊണ്ട് ചെന്നാലും ഉമ്മാരെ ഒരാളെങ്കിലും കാണാം. അടുത്തൊരു ടോൾ വന്നിട്ട് 48. അമ്പോ ചെറിയൊരു പച്ചപ്പ് കണ്ട് സമാധാനം. ഇത്ര നേരമായിട്ട് കണ്ടതാ. അയ്യോ എന്റെ പോലെ. 444 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഇനി മറ്റേ എവിടേക്കാ? ഹരിയാന. ഇവിടുത്തെ മോഡിഫിക്കേഷൻ ട്രക്കുകൾ. ഈ ഒരു പമ്പിൽ സ്റ്റേ ആയിട്ടോ.
ഒരു 3 മണി കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് സ്റ്റേ കിട്ടി. എൻ്റെ പെട്ടാമ്പ അടിപൊളി റൂം കിട്ടിയാളാ. ഞാൻ കട്ടിയാ ഒരു മിനിറ്റ്. ഇതാട്ടാ അന്ന് കിട്ടിയാണ് സ്റ്റേ. അടിപൊളി സ്റ്റേ. അവര് കിടന്നോളാ പറഞ്ഞു, കുഴപ്പത്തില്ല പറഞ്ഞു. ബൈക്ക് ഇതേ അവിടെ വെച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂടാ. എല്ലാവരും കയറി കാണാം. കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നും ചെയ്യണ. ഓക്കെ, നാളെ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്.